സുമതി വളവിൽ പോവുകയാണ് ഗൈസ്. അപ്പൊ നമ്മള് സുമതി വളവില് സുമതിയെ കാണാൻ വേണ്ടി പോവാണ്. സുമതി വളവ് സിനിമ റിലീസായ ടൈമാണ്, വെള്ളിയാഴ്ചയാണ്. അപ്പൊ നമ്മൾ സുമതി ഇന്ന് കാണാൻ പോവാണ്. അവിടെ സുമതി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി നേരത്തെ പോയിട്ടുണ്ട് സുമതി വളവില്, പക്ഷെ അന്ന് നമ്മൾ സുമതിയെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ 12 മണി കഴിഞ്ഞ് ഈ ഒരു 12, 1 മണി, 2 മണി, 3 മണി ടൈമിലാണ് സുമതി, അതായത് സുമതി അല്ല, നോർമലി പ്രേതങ്ങൾ ഇറങ്ങുന്ന ടൈമിലാണ് നമ്മളിങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിന്ന് സുമതി വരുമോ ഇല്ലെന്ന് കാണാം. ഞാൻ മാത്രമല്ല സുമതിയെ കാണാൻ വേണ്ടിട്ട് ലച്ചു ഉണ്ട് കേട്ടോ. ലച്ചു ഭയങ്കര ധൈര്യത്തോടു കൂടി സുമതി കാണാൻ ഇറങ്ങിയാണ്. നമ്മളെ ക്യാമറയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, ക്ലിയർ ആവണില്ല. ലച്ചു ഇങ്ങോട്ട് വാ. ആ ലച്ചു ഉണ്ട്. അടുത്ത ആള് വാ. അടുത്ത ആള് വാ. ഓ സുമതിയെ കാണുന്ന ഒരാള് സത്യത്തിൽ ഉറക്കമായി. സുമതി മാറണം. സുമതി വളവില് പോയി സുമതിയെ കണ്ടില്ലെങ്കിൽ നമുക്ക് എന്താ. അപ്പൊ നമ്മൾ സുമതിയെ കാണാൻ വേണ്ടി പോവാണ്. ദീപിച്ചാണ്ടാണ് നമ്മളെ സാരഥി. സുമതി വന്നു കഴിഞ്ഞാൽ ദീപിച്ചേട്ടൻ വണ്ടി എടുത്ത് ഒറ്റ വിടലാണ് അല്ലേ? അല്ല ഏട്ടാ, അത് നിക്കോ ദീപിച്ചേട്ടാ? അതോ നിക്കോ നിങ്ങള്? ആ ഓക്കെ. അപ്പൊ നമ്മൾ സുമതിയെ കാണാൻ വേണ്ടി നമ്മൾ ഇത്രയും പേര് പോവാണ്. നമ്മൾ സുമതി വളവ് സിനിമ കണ്ട് അടിപൊളി സിനിമയാണ്. നമ്മളെ സുമതി വളവിലെ യഥാർത്ഥ സ്റ്റോറിയൊന്നും അല്ലെങ്കിലും സിനിമ അടിപൊളിയാണ്. പക്ഷേ നമുക്ക് സുമതിയെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നമുക്ക് സുമതിയെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം കൊണ്ട് നമ്മൾ ഈ ഒരു ടൈമില് സത്യമല്ല ഗൈസ് 1 മണി ആയേട്ടാ. 1 മണി കഴിഞ്ഞല്ലേ ലച്ചു? സത്യം പറഞ്ഞാൽ 1 മണി കഴിഞ്ഞ് നമ്മളൊന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് സുമതി വളവിൽ കാണാൻ വേണ്ടി അതായത് സുമതി വളവിലോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോഴേ 12 മണി കഴിഞ്ഞ്. നമ്മൾ ഈ സിനിമ കണ്ട സമയത്ത് സുമതിയോട് അത്രയ്ക്ക് ഭയങ്കര പ്രേമം തോന്നിയിട്ട് വന്നത്. അതെ സുമതി വളവ് സിനിമ കണ്ടവർക്കറിയാം. സുമതി വളവ് സിനിമ കണ്ടവർക്കറിയാം സുമതി വളവ് എങ്ങനെയാണെന്ന്. ദീപചേട്ട ഒരു രക്ഷയില്ല, വണ്ടി ഓടിക്കുകയാണ് ഗൈസ്. ദീപചേട്ട ഒരു രക്ഷയില്ല. അപ്പൊ നമുക്ക് സുമതി വളവിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ശരിക്കും മഴക്കുറ്റി എത്താറായി. സമയം ഏകദേശം 2 മണി അടുക്കാറായി. ഈ സമയത്താണ് പ്രേതങ്ങൾ ഇറങ്ങുന്ന ടൈം എന്നാണ് പറയുന്നത്. ഇന്ന് സത്യം പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ്. ദീപുചേട്ടന് ഭയങ്കര പേടിയാണ് കേട്ടോ പ്രേതത്തിന്. എനിക്ക് ഒട്ടും പേടിയില്ല. ഗൈസ്. ദീപുചേട്ടന് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ പേടിച്ച് തൂറും. ദീപുചേട്ടൻ പേടിച്ച് തൂറും. ഇരുട്ടായോണ്ട് കാണാൻ വയ്യാത്തതാണ് ഗൈസ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, പേടിച്ച് തൂറൂല. എനിക്ക് ഒട്ടുമേ പേടിയില്ല പ്രേതത്തിന്. ഞാൻ പ്രേതത്തിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സുമതിയെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് 2 വാക്ക് ചോദിക്കണം സുമതി അടുത്ത്. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോണത്. എന്തായാലും സുമതിയെ കാണോ ഇല്ലെന്ന് നോക്കാം. പോയി അത് ക്രോസ് ചെയ്ത് പോയി.